ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് ആണ്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് ടാസ്ക്കായി ബിഗ് ബോസ് കൊടുത്തത്, നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ചോദ്യം. നമ്മുടെ അനുമോള് പറഞ്ഞത് ആക്ടിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ, ഇനിയും അങ്ങോട്ട് ഞാൻ ആക്ടിങ്ങിൽ തന്നെയാണ് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതം പഠിപ്പിക്കുന്നത്. എന്തിനാണ് നീ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നതെന്ന് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നീ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ പോകുന്നതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പലരും എന്നോട് പറഞ്ഞു പോകണ്ടെന്ന്. ആ പോകണ്ട എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല, അതേപോലെ ഡ്രസ്സ് ഉണ്ടാവില്ല. പക്ഷേ ആ സാഹചര്യമൊക്കെ നമ്മൾ തരണം ചെയ്യാൻ പഠിച്ചു. ഫുഡില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ അറിയാം, ഉള്ളതും കൊണ്ട് ജീവിക്കാൻ പഠിച്ചു. പട്ടിണി കിടന്നിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും ഞാൻ ഉള്ളതും കൊണ്ട് ജീവിക്കാൻ പഠിച്ചു. ഡ്രസ്സാണെങ്കിലും 2 ഡ്രസ്സ് ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ജീവിക്കാൻ പഠിച്ചു. പിന്നെ ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ആരെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ അവരെ പിടിച്ച് ഉന്തുക അല്ലെങ്കിൽ പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഷിയാസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ കാണിക്കുക. പിന്നെ എനിക്ക് എല്ലാത്തിലും ഉപരി നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് ഉള്ളതിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ പോകുന്നത്. അനീഷേട്ടൻ പറഞ്ഞത്, ഞാനൊരു എഴുത്തുകാരനായിട്ട് തന്നെ തുടരാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ സിനിമാ രംഗത്തേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ചിന്തകൾക്കുള്ള അവസരങ്ങൾ എനിക്ക് ഈ ബിഗ് ബോസ് ഒരുക്കി തന്നിട്ടുണ്ട്. അക്ബർ പറഞ്ഞത്, ഞാനൊരു പാട്ടുകാരനാണെങ്കിലും ഇവിടെ നിന്നതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് രാഷ്ട്രീയമൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകനാകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. നെവിൻ പറഞ്ഞത്, എനിക്ക് സിനിമാ ഫീൽഡിലോട്ട് വരണം, ഞാനൊരു ആക്ടറാണ്. പിന്നെ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു പ്രൊഫഷൻ, എനിക്കിപ്പോൾ എൻ്റെ ഫാഷൻ്റെ തന്നെ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആര്യം പറഞ്ഞത്, ഞാനൊരു കംപ്ലീറ്റ് ആക്ടറാവും, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ആക്ടറാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാബുമാൻ പറഞ്ഞത് അത് തന്നെയാണ്, എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു യൂട്യൂബറാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൂറ് പറഞ്ഞത്, എനിക്ക് അഭിനയിക്കാനും അതേപോലെ തന്നെ ഡാൻസ് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിലുള്ളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. നൂറ് പറഞ്ഞത്, ഒരു മീഡിയ ചാനൽ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഒരു ആക്ടിങ്ങും എനിക്കിഷ്ടമാണ്. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാർഡൻ ആകാനായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് യോഗ്യത ഉണ്ടാവാൻ തോന്നുന്നു. കാരണം നിങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടല്ലോ.